വെൽക്കം ബാക്ക് ടു ന്യൂ ടെൻസ്. അങ്ങനെ എന്റെ 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി നമ്മൾ ഇതാ ഇന്ന് പുതിയൊരു പാഠം പഠിക്കാൻ പോവാണ്. നോക്കിയേ, ഈ ബാക്ക്ഗ്രൗണ്ടും പച്ചപ്പും മലയും പർവ്വതവും അതേപോലെ ആകാശവും പൂന്തോട്ടവും ഒക്കെ കണ്ടിട്ട് ഏതായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എന്ന് വേഗം 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 ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. യെസ്, വേഗം വേഗം എല്ലാവരും എന്താ കുറച്ച് റെഡ് ഹാർട്ട് വരുന്നുണ്ട്, ഗ്രീൻ ഹാർട്ട് വരുന്നുണ്ട്, വേഗം. യെസ്, ഓക്കെ. അതിന് മുന്നേ ആയിട്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്രൂപ്പ്സിനൊക്കെ ഷെയർ ചെയ്യുക. യെസ്, നമ്മളിതാ ഇവിടെ ക്ലാസ് തുടങ്ങി, വേഗം വായോ പഠിക്കാമെന്നൊക്കെ പറയാട്ടോ എല്ലാവരോടും. ഓക്കെ, യെസ്, ചാപ്റ്റർ 8 നോ അവർ ലാൻഡ് അഥവാ നാടറിയാം എന്നുള്ള പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ചാപ്റ്റർ 8 നോ അവർ ലാൻഡ് അഥവാ നാടറിയാം എന്നുള്ള പാഠമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. യെസ്, അപ്പൊ മക്കളെ ഇന്ന് മിസ് നിങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ടോപ്പിക്കുകളെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണെന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ദ ഫിസിയോഗ്രഫി ഓഫ് കേരള. കേരളത്തിന്റെ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭൂപ്രകൃതി അല്ലെങ്കിൽ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളാണെന്ന് പറയാനായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, യെസ്, നിങ്ങളൊന്ന് പറഞ്ഞടാ, എന്തൊക്കെയാണ് കേരളത്തിന്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് കേരളത്തിലുള്ളത്? യെസ്, ഫോറസ്റ്റ് ഉണ്ട്, ലാൻഡ് ഉണ്ട്, സീ ഉണ്ട്, വാട്ടർ ബോഡീസ്, റിവർ ഉണ്ട്, ലേക്ക് ഉണ്ട്, കനാൽ ഉണ്ട്, ദെൻ ആനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. യെസ്, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി അല്ലെ, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു നാടാണ് നമ്മുടെ കേരളം അല്ലെ. എത്രയോ ഫോറിനേഴ്സ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു ഈ കാണുന്നതെല്ലാം ആസ്വദിക്കാനായിട്ടല്ലേ. യെസ്, ഓക്കെ, നോക്കാം. ദ ഔട്ട്ലൈൻ ഓഫ് ഏരിയ, നമുക്ക് അതേപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂമി ശാസ്ത്രപരമായ സവിശേഷതകളുണ്ട്. ദ റിലേഷൻ ഓഫ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ വിത്ത് ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലെ, ജനങ്ങളും അതേപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ. ദെൻ ഭൂമി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ us ആൻഡ് ദ സൊല്യൂഷൻസ്, അതിനായിട്ടുള്ള പരിഹാരങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. യു ഹാവ് ഡിസ്കസ് ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തല്ലോ. യെസ്, നോക്കാം, നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ് ഹൗ അബൌട്ട് ദ ഇൻക്വയറി ഇൻ ടു ദ കേരള സോയിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു കേരള ഫിസിയോഗ്രഫിയിലെ കുറിച്ച്, സോയില്, വാട്ടർ, ക്ലൈമറ്റ്, ക്രോപ്സ്, ഇതെല്ലാം ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് നമുക്ക് ഒരു അന്വേഷണം നടത്താന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ ഫിസിയോഗ്രഫി ഓഫ് കേരള അഥവാ കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കേരളത്തിന്റെ ഭൂപ്രകൃതി നോക്കിക്കേടാ, കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ്, ഹൈലാൻഡ് അല്ലെ. എന്താണ് തീരപ്രദേശം? തീരപ്രദേശം കുറെ പേരൊക്കെ നമുക്ക് അറിയാലേ, എവിടെയായിട്ട് താമസിക്കുന്നത്? കടലിനോടും തീരങ്ങളോടും ചേർന്ന് അടുത്ത് താമസിക്കുന്നവരുണ്ട്, അതേപോലെ ഇടനാട്ടിൽ ജീവിക്കുന്നവരുണ്ട്, മലനാട്ടിൽ, മിഡ്ലാൻഡ്, ഹൈലാൻഡ്, ഇങ്ങനെ പല 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 പ്രദേശങ്ങളായിട്ട് ജീവിക്കുന്നവരുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇവിടെ കളർ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റൽ ഏരിയാസിനാണെങ്കിൽ ഒരു ബ്ലൂ കളറും, മിഡ്ലാൻഡ് ആണെങ്കിൽ റെഡ് കളറും, ഹൈലാൻഡ് അഥവാ മലനാടാണെങ്കിൽ പച്ച നിറവുമാണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ വേഗം നോക്കിയിട്ട് പറഞ്ഞേ, കേരളത്തിലെ 14 ജില്ലകളും അറിയുന്നവർക്ക് കൃത്യമായിട്ട് ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾ ഹൈലാൻഡ് ആണോ, മിഡ്ലാൻഡ് ആണോ, കോസ്റ്റൽ ഏരിയാസ് ആണോ എന്നുള്ളത് കേട്ടോ. അതാണ് നിങ്ങളുടെ 1ാമത്തെ ടാസ്ക് നമ്മൾ തരാൻ പോകുന്നത് കേട്ടോ. യെസ്, നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആയിട്ടുള്ള ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഫിസിയോഗ്രഫിക് ഡിവിഷനെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, കേരളത്തിൽ പ്രധാനമായും 3 ഫിസിയോഗ്രഫിക് ഡിവിഷൻ അഥവാ ഭൂപ്രകൃതി വിഭവങ്ങളാണുള്ളത്. എത്രയാണ്? 3. നമ്പർ 3 ഏതൊക്കെയാണത്? ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റ്ലൈൻ. ഹൈലാൻഡ് തീരപ്രദേശം, മലനാട്, ഇടനാട്, അങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഫ്രം ദ സീ. ഇതിന്റെ എല്ലാം ഓൾട്ടിറ്റ്യൂഡ്, ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിന്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കണം. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളതാണ് the physiographic division of Kerala which is adjacent to the Lakshadweep Sea. ലക്ഷദ്വീപ് സമുദ്രത്തിനോട് അടുത്തുള്ള, ലക്ഷദ്വീപ് സമുദ്രത്തിനോട് അടുത്ത് കിടക്കുന്ന ആരൊക്കെയാണ്, എന്താണ് അവരുടെ പ്രത്യേകത? അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അയൽ സംസ്ഥാനമാണ്, അയൽ നൈബറിംഗ് സ്റ്റേറ്റ്സ് ആണ് തമിഴ്നാട്, കർണാടക നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് പഠിക്കാം. യെസ് മക്കളെ, നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈലാൻഡ് അഥവാ മലനാടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏതാടാ?
ഹൈലാൻഡ് അഥവാ മലനാടാണ്. ഒന്നാമത്തെ ഫീച്ചർ എന്റെ ഒപ്പം പറഞ്ഞു, നമുക്ക് സെറ്റ് ആയിട്ട് പഠിച്ചു പോവാം. ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ് എബവ് 75 മീറ്റർ, 75 മീറ്റർ ഉയരത്തിൽ അല്ലെങ്കിൽ 75 മീറ്ററിനേക്കാൾ കൂടുതൽ ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ഉയരം വരുന്നത്. ഹൈലാൻഡിന്റെ ആ ഉയരം വരുന്നത് 75 മീറ്റർ ആണ്. എന്തൊക്കെയാണ് ഹൈലാൻഡിന്റെ പ്രത്യേകതകൾ അഥവാ സവിശേഷതകൾ, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഹിൽസ്, കുന്നുകളുണ്ട്. നമ്പർ 1 എന്താണ്? ഹിൽസ് അഥവാ കുന്നുകളുണ്ട്. മൗണ്ടെയിൻസ്, മലകളുണ്ട്. പീക്സ്, കൊടുമുടികളുണ്ട്. അപ്പൊ എന്താ പറഞ്ഞേ? ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം 75 മീറ്റർ ആണ്. ഹിൽസ്, കുന്നുകളുണ്ട്. മൗണ്ടെയിൻസ്, മലകളുണ്ട്. കൊടുമുടികളുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് ഹെവി റെയിൻഫാൾ, കനത്ത മഴയും സമൃദ്ധമായ പച്ചപ്പും. ഏതാണ്? ഹെവി റെയിൻഫാൾ ആൻഡ് ലഷ് ഗ്രീനറി, കനത്ത മഴയും സമൃദ്ധമായ പച്ചപ്പും ഹൈലാൻഡിന്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ 44 റിവേഴ്സ് ഓഫ് കേരള, നമുക്കറിയാലേ കേരളത്തിലെ 44 റിവേഴ്സ് ആണുള്ളത്. ഈ 44 റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഹൈലാൻഡ് അഥവാ മലനാട്ടിൽ നിന്നാണ്. ഓക്കെ, യെസ്. അപ്പൊ ഒന്നും കൂടി മിസ്സിന്റെ ഒപ്പം എല്ലാവരും പറയാ, ഹൈലാൻഡിന്റെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം 75 മീറ്റർ ആണ്. 75 മീറ്ററിൽ കൂടുതലാണ്, എബോവ് ആണ്. ദെൻ ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ, ഹിൽസ് ഉണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്, പീക്സ് ഉണ്ട് അല്ലെ, കുന്നുകളും മലകളും കൊടുമുടികളും ഉണ്ട്. ഹെവി റെയിൻഫാൾ, കനത്ത മഴയും സമൃദ്ധമായ ലഷ് ഗ്രീനറി, സമൃദ്ധമായ പച്ചപ്പുണ്ട്. ഓൾ 44 റിവേഴ്സ്, എല്ലാ 44 റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്ന, ഉത്ഭവിക്കുന്നത്, തുടങ്ങുന്നത്, ഒഴുകാൻ തുടങ്ങുന്നത് ഈ ഹൈലാൻഡ് അഥവാ മലനാട്ടിൽ നിന്നാണ്. പക്കയാണോ, സെറ്റാണോ പറഞ്ഞ കാര്യം? യെസ്. അടുത്ത് നോക്കിക്കേടാ, മിഡ്ലാൻഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എത്രയാണ്? മിഡ്ലാൻഡ്. ഓക്കെ, എന്താണ് മിഡ്ലാൻഡിന്റെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം വരുന്നത് എത്രയാണ്? 7.5 മുതൽ 75 മീറ്റർ. നമ്മൾ പറഞ്ഞു 75 മീറ്ററിനേക്കാൾ കൂടുതലാണ് ഹൈലാൻഡ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ മിഡ്ലാൻഡ് എന്താണ്? 7.5 to 75 മീറ്റർ. 7.5നും 75നും ഇടയിലാണ് ആര്? മിഡ്ലാൻഡ് അഥവാ ഇടനാട്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സവിശേഷതകൾ, ഹിൽ റോക്സ്, കുന്നുകളും, വാലീസ്, താഴ്വര, റിവർ ബാങ്ക്സ്, നദീതടങ്ങൾ, ഇതെല്ലാം എന്താണ്? മിഡ്ലാൻഡ് അഥവാ ഇടനാടിന്റെ പ്രത്യേകതയാണ്. ഏതൊക്കെയാണ്? ഹിൽ റോക്സ്, കുന്നുകൾ, വാലീസ്, താഴ്വര, റിവർ ബാങ്ക്സ്, നദീതടങ്ങൾ, ഇതെല്ലാം മിഡ്ലാൻഡിന്റെ പ്രത്യേകതയാണ്. മിഡ്ലാൻഡ് ലൈസ് ബിറ്റ്വീൻ ഹൈലാൻഡ് ആൻഡ് കോസ്റ്റൽ റീജിയൻ അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ മലനാടിനും അതേപോലെ തന്നെ തീരപ്രദേശത്തിനും, മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മിഡ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? ഹൈലാൻഡിനും തീരപ്രദേശനും കോസ്റ്റൽ റീജിയനും ഇടയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇടനാട് അഥവാ മിഡ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് കോസ്റ്റൽ ഏരിയാസ് അഥവാ തീരപ്രദേശം അല്ലെ. എന്താണ് മക്കളെ കോസ്റ്റൽ ഏരിയാസ് അഥവാ തീരപ്രദേശത്തിന്റെ പ്രത്യേകത? തീരപ്രദേശത്തിന്റെ ഉയരം വരുന്നത് 7.5 മീറ്റർ വരെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 7.5 മീറ്റർ വരെയാണ് കോസ്റ്റൽ ഏരിയ അഥവാ തീരപ്രദേശം. ഇനി 7.5 to 75 മീറ്റർ ആണ് എന്ത് വരുന്നത്? മിഡ്ലാൻഡ് അല്ലെ. മിഡ്ലാൻഡ് വരുന്നത് നമ്മൾ പറഞ്ഞു. ഇനി 75 മീറ്റർ എബോവ് ആണ് എന്ത് വരുന്നത്? ഹൈലാൻഡ് അഥവാ മലനാട് വരുന്നത് എന്നുള്ള കാര്യവും കൂടി എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആട്ടോ. 7.5 to 75 ഇടയിൽ, ഇനി 75 കഴിഞ്ഞ് മലനാട് അഥവാ ഹൈലാൻഡ്. ഓക്കെ, അപ്പൊ അതിന്റെ നോക്കാം. ഓൾട്ടിറ്റ്യൂഡ് ഉയരം 7.5 മീറ്റർ ആണോ. ദിസ് ഈസ് അഡ്ജസന്റ് ടു ദ ലക്ഷദ്വീപ് സീ. നമുക്ക് അറിയാൻ പറ്റും ലക്ഷദ്വീപ് സീ തീരപ്രദേശം അഥവാ കോസ്റ്റൽ ഏരിയാസ്, കടൽ തീരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ലക്ഷദ്വീപ് കടലിനോട് ചേർന്നാണ് കിടക്കുന്നത്. എന്താ നോക്കിക്കേ, ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് കണ്ടോ? തൊട്ടുതാ ഇവിടെയായിട്ട് നമ്മുടെ ലക്ഷദ്വീപ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഈ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്ന കോസ്റ്റൽ ഏരിയാസ് എല്ലാം ഈ ലക്ഷദ്വീപ് കടലിനോട് ചേർന്നാണ് കിടക്കുന്നത്. എന്താണ്? ലക്ഷദ്വീപ് കടലിനോട് ചേർന്നാണ് കിടക്കുന്നത്. അഡ്ജസന്റ് ടു ദ ലക്ഷദ്വീപ് സീ. ക്ലിയർ ആണോടാ കുഞ്ഞുങ്ങളെ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? ഇനി ഫ്ലാറ്റ് ലാൻഡ് നിയർ ദ കോസ്റ്റ്. എന്താ പറയുന്നേ? തീരത്തിനടുത്തുള്ള പരന്ന ഭൂമി. എന്താണ്? ഫ്ലാറ്റ് ലാൻഡ് നിയർ ദി കോസ്റ്റ്, തീരത്തിനടുത്തുള്ള പരന്ന ഭൂമി. അപ്പൊ ഇത്രയാണ് നമുക്ക് കോസ്റ്റൽ ഏരിയയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഒന്നുകൂടി എന്റെ ഒപ്പം പറഞ്ഞേ. ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം വരുന്നത് 7.5 മീറ്ററും ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് അഡ്ജസന്റ് ടു ദ ലക്ഷദ്വീപ് സീ. അതേപോലെ ഫ്ലാറ്റ് ലാൻഡ്, തീരത്തിന് എങ്ങനെയാണ്? പരന്ന ഭൂമിയാണ്. ഇനി നമ്മൾ അടുത്തത് മുന്നേ പഠിച്ചത് എന്താ? മിഡ്ലാൻഡ് അഥവാ ഇടനാടാണ് അല്ലെ.
ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം വരുന്നത് 7.5 to 75 മീറ്റർ ആണ്. ഹില്ലി റോക്സ് കുന്നുകളും താഴ്വരകളും റിവർ ബാങ്ക്സ് നദീതടങ്ങളും അതിന്റെ പ്രത്യേകതയാണ്. ദെൻ ഹൈലാൻഡിനും കോസ്റ്റൽ റീജിയനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതേപോലെ തന്നെ മലനാട് 75 മീറ്ററിൽ ഉയരെയാണ്, 75 മീറ്ററിൽ കൂടുതലാണ്. ഹിൽസും മൗണ്ടെയിൻസും പീക്സും ഇതെല്ലാം എന്താണ്, മലകളും കുന്നുകളും കൊടുമുടികളും എല്ലാം ഇതിന്റെ പ്രത്യേകതയാണ്. ഹെവി റെയിൻഫോൾ കനത്ത മഴയും സമൃദ്ധമായ പച്ചപ്പും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. 44 റിവേഴ്സ് എല്ലാ 44 റിവേഴ്സും ഒഴുകുന്നതും ഇവിടെ നിന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ, കേരളത്തിന്റെ ഫിസിയോഗ്രഫിയെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്, 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്റെ ഒപ്പം ഒന്ന് പറയാ, ഹൈലാൻഡ് അഥവാ മലനാട്, മിഡ്ലാൻഡ് അഥവാ രണ്ടാം നമ്മൾ പഠിച്ചത് മിഡ്ലാൻഡ് അഥവാ ഇടനാട്, അവസാനമായിട്ട് പഠിച്ചത് കോസ്റ്റൽ ഏരിയ അഥവാ തീരപ്രദേശമാണ് കേട്ടോ. അപ്പൊ ഇത്രയും നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ദ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് കേരള. ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കുക. then അടുത്ത ദിവസം നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ചാപ്റ്ററിലെ ബാക്കി പ്രധാനപ്പെട്ട ഓരോരോ ടോപ്പിക്ക് പറഞ്ഞു പോകുന്നതായിരിക്കും. സോ അതുവരെ എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ബൈ.